ഫിറോസ് ഖാനോട് പറയാനുള്ളത് എല്ലാ വർഷവും ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൊടുക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് സംഭവം എന്നാൽ ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് ഈ 2023 മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. 2024 ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. ഈ കാര്യമൊന്നും അറിയാതെ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ മമ്മൂട്ടിക്ക് 2024 പുരസ്കാരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫിറോസ് ഖാൻ ഇതിനെ ചെറുതായെന്ന് വിമർശിച്ചു. എന്നിട്ടെന്താ, ആകെ ചമ്മിയിരിക്കുന്നത് പുള്ളി തന്നെയാണ്. തനിക്ക് പറ്റിയ ഈ ഒരു അബദ്ധം കമന്റുകളിലൂടെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചതോടെ ഫിറോസ് തന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക്. അദ്ദേഹം നല്ല നടനാണ്. മുരളി, നെടുമുടി വേണു, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ ഇവരെ പോലെ നല്ല നടനാണ് മമ്മൂക്കയും. ഇപ്പോൾ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഭ്രമയുഗം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിലും ഗംഭീരമായി ഒരു സിനിമയിൽ അഭിനയിച്ച ആളുണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്സ് ചങ്കൂറ്റത്തോടെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ദേശീയ അവാർഡ് പോയി, സംസ്ഥാന അവാർഡും പോയി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയം ലിറ്ററലി അവാർഡിന് അർഹമാകേണ്ടതല്ലേ? അവാർഡ് അർഹിക്കേണ്ട പ്രകടനം തന്നെയായിരുന്നു എന്നാണ് ഫിറോസ് ഖാന്റെ വാക്കുകൾ.